മിസ്റ്റർ ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. FM റേഡിയോകളുടെ നോയ്സ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേർ കമൻറ്റിലൂടെയും ഇൻസ്റ്റാഗ്രാം മെസ്സേജായിട്ടും എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് FM റേഡിയോയുടെ നോയ്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ട് ഉണ്ടാക്കി നോക്കാം എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു അനലോഗ് FM റേഡിയോ എടുത്തിട്ടുണ്ട്. ഇത് CXA 1619BS എന്ന IC ഉപയോഗിച്ചുകൊണ്ടുള്ള FM റേഡിയോ ബോർഡാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നോർമൽ കണ്ടീഷനിൽ ഈ ഒരു FM റേഡിയോയിൽ FM സിഗ്നലുകൾ ഇല്ലാതിരിക്കുമ്പോൾ ഹൈ ഹിസ്സിംഗ് നോയ്സ് സ്പീക്കറിൽ നിന്ന് വരുന്നത്. ഈ ഒരു ഹിസ്സിംഗ് നോയ്സ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ സ്ക്വെൽച്ച് സർക്യൂട്ട് എന്ന് പറയുന്നു. ഈ ഒരു സ്ക്വെൽച്ച് സർക്യൂട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു FM റേഡിയോ ബോർഡിൽ ഒരു റെഡ് LED കൊടുത്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ LEDയുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ ഒരു FM സിഗ്നൽ ഈ ബോർഡിൽ വരുന്നത് ആ സമയത്ത് ഈ LED ബ്ലിങ്ക് ആവും. ഈ ഒരു FM റേഡിയോ നിർമ്മിച്ചിരിക്കുന്ന ICയുടെ ഡാറ്റാ ഷീറ്റ് പ്രകാരമുള്ള ഒരു ഡയഗ്രമാണിത്. ഈ ഒരു ICയിൽ 20ാമത്തെ പിന്ന് മീറ്റർ പിന്നാണ്. അവിടെയാണ് LED കൊടുക്കുന്നത്. ഈ ഒരു ICയുടെ ഇൻറ്റേർണൽ ഡയഗ്രാം അനുസരിച്ച് ഒരു സ്വിച്ചാണ് ഈ ഒരു മീറ്റർ പിന്ന്. ഗ്രൗണ്ടിലേക്കാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. FM റേഡിയോ സ്റ്റേഷൻ്റെ ടവറിൽ നിന്നും വരുന്ന FM റേഡിയോ സിഗ്നൽ ഈ ഒരു ICയുടെ FM RF പിന്നിലേക്ക് ഒരു റിസീവിംഗ് ആൻറ്റിന വഴി കൊടുക്കും. അങ്ങനെ FM റേഡിയോ RF പിന്നിലേക്ക് ഈ ഒരു FM സിഗ്നൽ എത്തുമ്പോൾ ഈ ഒരു സ്വിച്ച് ക്ലോസ് ആവുകയും അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. അതായത് FM റേഡിയോ സിഗ്നൽ വരുമ്പോൾ ഈ ഒരു 20ാമത്തെ മീറ്റർ പിന്ന് ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് വോൾട്ടേജാണ് വരുന്നത്. ഈ ഒരു റേഡിയോ FM സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ 20ാമത്തെ പിന്നിലേക്ക് നെഗറ്റീവ് വോൾട്ടേജാണ് വരുന്നത്. ഇനി ഈ ഒരു സ്ക്വെൽച്ച് സർക്യൂട്ടിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. 20ാമത്തെ മീറ്റർ പിന്നിലേക്ക് നെഗറ്റീവ് വോൾട്ടേജ് വരുന്നത് കൊണ്ട് ഫസ്റ്റത്തെ ട്രാൻസിസ്റ്റർ PNP ട്രാൻസിസ്റ്റർ ആണ് വേണ്ടത്. നെഗറ്റീവ് വോൾട്ടേജിലാണ് PNP ട്രാൻസിസ്റ്റർ ഓൺ ആകുന്നത്. ഇതിലെ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ NPN ട്രാൻസിസ്റ്റർ ഒരു മീഡിയം പവർ ട്രാൻസിസ്റ്ററാണ്. BC557 അല്ലെങ്കിൽ BC558 എന്ന PNP ട്രാൻസിസ്റ്ററാണ് ഫസ്റ്റത്തെ ട്രാൻസിസ്റ്റർ. സെക്കൻഡ് ട്രാൻസിസ്റ്റർ BD139 എന്ന NPN മീഡിയം പവർ ട്രാൻസിസ്റ്ററാണ്. ഇത് രണ്ടും മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഫസ്റ്റത്തെ ട്രാൻസിസ്റ്ററിലേക്ക് 20ാമത്തെ പിന്നിൽ നിന്നും വരുന്ന നെഗറ്റീവ് വോൾട്ടേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്ററിൽ നിന്നുള്ള പോസിറ്റീവ് വോൾട്ടേജ് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററായ BD139ലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ട്രാൻസിസ്റ്ററും ആ സമയത്ത് ഓൺ ആവും. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിലേക്കുള്ള പോസിറ്റീവ് വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യുവാനാണ് അവിടെ 1Kയുടെ ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്.
BD130 എന്ന ട്രാൻസിസ്റ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജാണ് ഈ റേഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് ഇൻപുട്ടായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, നമുക്കിനി ഈ ഒരു സർക്യൂട്ടിൻ്റെ അസംബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ഓരോരോ കമ്പോണൻസ് എടുക്കുക. ഫ്രണ്ട്സ്, സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് ഈ ഒരു PCBയിലേക്ക് എല്ലാ കമ്പോണൻറ്റുകളും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വെൽച്ച് സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള 1K വേരിയബിൾ റെസിസ്റ്റർ ഈ ഒരു FM റേഡിയോയുടെ ബോഡിയിലേക്ക് നമുക്ക് കൊടുക്കാം. അതിനായിട്ട് ആദ്യം അവിടെ ഡ്രിൽ ചെയ്യുക. ഫ്രണ്ട്സ്, ഇനി വയർ കണക്ഷനുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം.
ഫ്രണ്ട്സ്, സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്വെൽച്ച് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്പറിലേക്ക് ഇനി കറക്റ്റ് ആയിട്ട് 4 ഉളുക്കുകളൊന്നും ഇല്ലാതെ ഈ 3 ടങ് ട്വിസ്റ്റ് ആണെങ്കിൽ സെറസ് പില്ലോസിന്റെ ഒരു ഗ്രീൻ സമ്മാനമാണ് നിങ്ങൾക്ക് വേണ്ടി കയ്യോടെ. ഫ്രണ്ട്സ്, ഈ ഒരു FM റേഡിയോ ബോർഡിലെ ഹിസ്സിംഗ് നോയ്സ് പൂർണ്ണമായും നമ്മൾ കട്ടാക്കിയിരിക്കുകയാണ്. FM റേഡിയോ സ്റ്റേഷൻസ് മാത്രമാണ് ഇപ്പോൾ സ്പീക്കറിലൂടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന 1K വേരിയബിൾ റെസിസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ നോയ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. FM റേഡിയോകളുടെ ഹിസ്സിംഗ് നോയ്സ് ഒഴിവാക്കാൻ സഹായിക്കുന്ന സ്ക്വെൽച്ച് സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.